ഒരു വിഭജന പ്രക്ഷോഭം ഇന്ത്യയിൽ നടക്കുന്ന സന്ദർഭമായിരുന്നു അത്. ആ സമരം, അതിൻ്റെ എല്ലാ വിശദാംശങ്ങളിലേക്കും ഞാൻ പോകുന്നില്ല. ആ സമരം ഇന്ത്യയിൽ ഉണ്ടാക്കിയ ഒരു സ്വാധീനം, ഇന്ത്യയിൽ മാത്രമല്ല ലോകമാകെ ആ സമരത്തെ ശ്രദ്ധിക്കേണ്ട. ലോകത്തിലെ വിവിധ മാധ്യമങ്ങൾ, അതിൽ വിശേഷിച്ചും ധനമുതലാളിത്തത്തെയും അതിൻ്റെ നയങ്ങളെയും പ്രോത്സാഹിപ്പിക്കുന്ന മാധ്യമങ്ങൾ ഉൾപ്പെടെ ഈ സമരത്തെ സവിശേഷമായി ശ്രദ്ധിക്കേണ്ടത്. അത്തരമൊരു സമരത്തെയാണ് ഇവിടെ പരാമർശിച്ചതുപോലെ ആവർത്തിക്കുമ്പോൾ ഒരു വിഷമം തോന്നും നമുക്ക്. എനിക്കെങ്ങാനും അധികാരം ഉണ്ടായിരുന്നു എങ്കിൽ ഞാനവിടെ പോയി എല്ലാ നടപടിക്രമങ്ങളും അദ്ദേഹം വിശദീകരിച്ചിട്ടുണ്ട്. 4 കിലോമീറ്റർ ചുറ്റളവിൽ ഞാൻ നിരോധനാജ്ഞ പ്രഖ്യാപിക്കും. അതിൻ്റെ ശേഷം ഞാൻ ഓരോ നടപടികളും സ്റ്റെപ്പായിട്ട് എടുക്കും. ആളുകളൊക്കെ മാറ്റും, പിരിഞ്ഞു പോകാൻ അനൗൺസ് ചെയ്യും. അനൗൺസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പോയില്ലെങ്കിൽ എന്ത് ചെയ്യും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഏതായാലും ഭാഗ്യവശാൽ അദ്ദേഹത്തിന് അധികാരം ഇല്ലാതെ പോയി. നമുക്കൊന്നും കാണേണ്ടി വന്നില്ല. പക്ഷെ കാണേണ്ടി വന്നില്ലെങ്കിലും അത് ഉയർത്തിയ ആശയത്തിൻ്റെ തീക്ഷ്ണത നമ്മളെല്ലാം അമ്പരപ്പിച്ചു. ഇങ്ങനെയും പറയുമോ ഈ കേരളത്തിലൊരാൾ എന്നാണ്. അപ്പോ ഞാൻ കുറച്ചും കൂടെ അടുത്തേക്ക് നിൽക്കാം. അപ്പോ സ്വാഭാവികമായിട്ടും അമ്പരപ്പുണ്ടായി. അതിൽ തന്നെ ഒരു സമരത്തെ കർശനമായി നേരിടും എന്ന് പറയുകയല്ല ചെയ്ത് ഒരു താരതമ്യം നടത്തി. അത് നരേന്ദ്രമോദി ഗുജറാത്തിൽ എങ്ങനെയാണ് കാര്യങ്ങളെ കൈകാര്യം ചെയ്തത് എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മളെല്ലാം കുറെ അന്വേഷണങ്ങളും കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടെങ്കിലും അതിൻ്റെ ആധികാരികത RSS തന്നെ വന്ന ഒരു അനുഭവം തവണ ഉണ്ടായി. കുറച്ച് കാര്യമായിട്ട് തന്നെയാണ് മോദി ആ ഗുജറാത്തിലെ ഏതാനും ജില്ലകളിൽ അന്നത്തെ അദ്ദേഹത്തിന്റെ ഭരണത്തിന്റെ നീതി നിർവഹണം നടത്തിയത് എന്ന് ഇതിൽ വ്യക്തമായി. സ്ത്രീകളോടുള്ള സമീപനം, RSS സമീപനം വളരെയേറെ വ്യക്തമാവുകയുണ്ടായി. ഒരു പ്രക്ഷോഭത്തിൽ പങ്കെടുക്കുന്ന വനിതകൾ അവര് അരാജകവാദികളാണ് എന്ന് ഞാൻ നല്ലൊരു വാക്ക് ഉപയോഗിക്കണം ഇവിടെ. അവരുടെ ജീവിതത്തിൽ അതിൻ്റെ അപ്പുറത്തേക്കുള്ള വാക്കുകളാണ് അവിടെ പ്രയോഗിച്ചിരിക്കുന്നത്. അതിൻ്റെ സ്ത്രീ വിരുദ്ധത നമ്മുടെ ഈ ബഹുജന പ്രക്ഷോഭങ്ങളിലൊന്നും ഗൗരവബുദ്ധിയോടുകൂടിയല്ല വനിതകൾ പങ്കെടുക്കുന്നത് എന്ന തലത്തിലുള്ള അത്യപകടമായ സ്ത്രീ വിരുദ്ധത RSSന്റെ മനസ്സിലിരിപ്പും കൂടിയും അതിൽ വ്യക്തമാവുന്നുണ്ട്. തങ്ങളുടെ വർഗീയ അജണ്ടയും പ്രതിലോമതയും ആരുടെ മുന്നിലും മറച്ചു വെക്കാതെ തന്നെ പറയുന്ന ഒരു ശീലം RSSനെ പ്രതിനിധാനം ചെയ്യുന്ന ഒരുപാട് ആളുകൾ എല്ലാ കാലത്തും ഇങ്ങനെ പ്രകടിപ്പിക്കാറുണ്ട്. ഇപ്പോൾ ചില സന്യാസിനിമാർ ചില പ്രഖ്യാപനങ്ങൾ നടത്തും. കേരളത്തിൽ തന്നെ ഒരു വനിത നമ്മുടെ ക്ഷേത്ര സംരക്ഷണ സമിതി പ്രസ്ഥാനമാണ്. പക്ഷേ ഒരു ക്ഷേത്രത്തിൽ മാത്രമേ അങ്ങനെ ഉള്ള പ്രസംഗം കേൾക്കാറുള്ളൂ സാധാരണ. അതുമില്ല എന്ന് എനിക്ക് തോന്നുന്നു. പണ്ട് സഹോദരൻ അയ്യപ്പൻ അത്തരം പരിപാടികൾ അവിടെ അവസാനിപ്പിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ആ ക്ഷേത്രത്തിലേക്ക് ഭരണി ദിവസം സഹോദരൻ അയ്യപ്പൻ പോയിട്ടുണ്ടായിരുന്നു പണ്ട്. അവിടെ കേൾക്കുന്ന വാക്കുകളൊക്കെ അതാണ് അമ്പലം എന്നുള്ള സംരക്ഷണം എന്നുള്ള നിലയ്ക്ക് സാധാരണയായിട്ട് കേരളത്തിൽ നമ്മൾ കിട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് നമ്മളെല്ലാം പൊതുജീവിതത്തിൽ നിരാകരിക്കുന്ന മൂല്യങ്ങളെ വലുതോതിൽ പ്രചരിപ്പിക്കുന്ന വളരെ നിഷിദ്ധമെന്ന് നാം കരുതുന്ന വാക്കുകളും വാചകങ്ങളും ഉപയോഗപ്പെടുത്തി നമ്മുടെ സാമൂഹ്യ രംഗത്ത് പ്രത്യക്ഷപ്പെടുന്ന ഒരു രീതി RSSകാർക്കുണ്ട്. അതിൻ്റെ ഏറ്റവും ഒരു ഉയർന്ന രൂപമാണ് ഇപ്പോൾ ഇവിടെ കണ്ടത്. വലിയ തോതിൽ ഗൗരവത്തോടുകൂടി എടുക്കേണ്ട ഒരു കാര്യവും നിരാകരിക്കേണ്ട ഒരു മൂല്യവുമാണ് ഇതിൻ്റെ പിന്നിലുള്ളത് എന്നുള്ളതാണ് നമ്മളെല്ലാം മനസ്സിലാക്കേണ്ടത്.